വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് ഏറ്റെടുത്ത പദ്ധതി തടസ്സപ്പെടുത്താൻ പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടക്കുന്നതായി PK ബഷീർ MLA. എല്ലാം നഷ്ടമായവർക്ക് കൈത്താങ്ങാവുന്നത് ഇല്ലാതാക്കുകയാണ് ചിലരുടെ ലക്ഷ്യമെന്നും ഏത് പ്രതിസന്ധിയുണ്ടായാലും ദുരിതബാധിതർക്ക് നൽകിയ വാക്ക് പാലിക്കുമെന്നും PK ബഷീർ MLA പറഞ്ഞു. സർക്കാർ തലത്തിലും പദ്ധതിക്ക് എതിർപ്പുള്ളതായി MLA വ്യക്തമാക്കി. വയനാടിൽ മുസ്ലിം ലീഗ് വയനാടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് പുനരധിവാസ പദ്ധതിയുമായി 105 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് സമൂഹത്തിന് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും മുസ്ലിം ലീഗിന്റെ ക്രൗഡ് ഫണ്ടിങ്ങുമായി സഹകരിച്ചു. ഞങ്ങൾ വയനാട്ടിലെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്ഥലങ്ങൾ ഒക്കെ നോക്കി അതിൽ നല്ല സ്ഥലങ്ങൾ കണ്ടു. എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്തതും ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ സ്ഥലം ഏറ്റെടുക്കുമ്പോഴും ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും ചില എതിർപ്പുകളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. ഇപ്പോഴേ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ഒരു നോട്ടീസ് അയച്ചത് വലിയ ഒരു പുകമറയായിട്ട് ഇന്ന് ചില മാധ്യമങ്ങളും ചില ആളുകളും ചില എതിർപ്പാർട്ടിക്കാരും അത് ആഘോഷിക്കുകയാണ്. ഒരു കാര്യം ആലോചിക്കണം, പാവപ്പെട്ട വളരെ പ്രയാസമനുഭവിച്ച ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് സ്ഥലവും വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് നല്ലൊരു പദ്ധതിക്കാണ് മുസ്ലിം ലീഗ് തുടക്കം കുറിച്ചിട്ടുള്ളൂ. ഞങ്ങളെ അതിന്റെ എല്ലാ ഇതും നോക്കിയിട്ടാണ് അതിന്റെ ഭൂമി വാങ്ങിയിട്ടുള്ളതും ഏറ്റെടുത്തിട്ടുള്ളതും. ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ ഭൂമി തന്ന ആളുകൾക്ക് അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിന് അവർ ആ സമയത്ത് മറുപടി കൊടുക്കും. ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക, ഇങ്ങനെ പാവപ്പെട്ട ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് ഭൂമിക്ക് നിയമക്കുറിക്കൊണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് അതൊക്കെ ആഘോഷിക്കുന്നത്? അത് നല്ലൊരു പോസിറ്റീവായിട്ട് എടുത്തിട്ട് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. ഇതല്ല, ഇത് സർക്കാർ തലത്തിലും ചില എതിർപ്പുണ്ട്. കാരണം വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊടുത്താണ്. വില്ലേജ് ഓഫീസറെ എങ്ങനെ നോട്ടീസ് കൊടുത്തൊക്കെ അറിയാം. പരാതി എല്ലാവർക്കും കൊടുക്കാതെ നമ്മുടെ നാട്ടിലാണ് പരാതി കൊടുക്കുമ്പോൾ നോട്ടീസ് അയക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തും. പക്ഷെ അതിന് ചില സമ്മർദ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളൊരു വീട് നിർമ്മിക്കുന്നതിന്റെ പേരിൽ ഞങ്ങളെ പാർട്ടിയെയും നേതാക്കന്മാരെയും ഞങ്ങളെയും കരുവാരിത്തേക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഏതായാലും ആർക്കും ഒരു ആശങ്ക വേണ്ട. മുസ്ലിം ലീഗ് എടുത്ത ഭൂമിയൊക്കെ നിയമപരമായിട്ട് നല്ല ഭൂമികളാണ്. അത് വയനാട്ടിലെ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ യാതൊരു ആശങ്കക്കും ഞങ്ങൾക്കില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചതിന് അതിന് ബന്ധപ്പെട്ടവർ അതിന് മറുപടി കൊടുക്കും. ആ സ്ഥലത്ത് മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ആ ദൗത്യം പൂർത്തീകരിച്ച് ഈ 105 ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകും. ഇത് തടസ്സപ്പെടുത്തുക, ഇതിന് കാലതാമസം ഉണ്ടാക്കുക, അത് ചിലവരുടെ ഒരു ഹോബിയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു. ഇന്ത്യൻ ബേക്സ്.